ഈ സമരത്തിന്റെ യഥാർത്ഥത്തിൽ ഇന്നലെ വൈകിട്ട് മാനേജ്മെന്റിന്റേതായ ഒരു സർക്കുലർ ഇറങ്ങുകയുണ്ടായി. സമരത്തിൽ നിന്ന് വളരെ കടുത്ത വിട്ടുവീഴ്ച ചെയ്ത സാഹചര്യത്തിൽ മാനേജ്മെന്റ് കടുത്ത വിട്ടുവീഴ്ച ചെയ്ത സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് ജീവനക്കാർ പിന്തുണയണമെന്നാണ് ആ സർക്കുലറിൽ മാനേജ്മെന്റ് അഭ്യർത്ഥിക്കുന്നത്. 3 മാസം മുമ്പ് ഈ സമരത്തിന് മാധ്യമ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി തുടക്കമിടുമ്പോൾ മാധ്യമത്തിലെ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക 3 മാസമായിരുന്നു. ഇന്ന് ഈ ഉപവാസം ഇരിക്കുമ്പോൾ അത് 5 മാസമായി വർദ്ധിച്ചിരിക്കുകയാണ്. മാനേജ്മെന്റിന് വേണ്ടി CEO ഇറക്കിയ അറിയിപ്പിൽ അവകാശപ്പെടുന്നത് യൂണിയൻ മുന്നോട്ട് വെച്ച ഭയങ്കരമായ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവനക്കാർ സമരമുഖത്തേക്ക് വന്നു എന്നതാണ് കുറ്റപ്പെടുത്തൽ. അദ്ദേഹം പറയുന്ന ഉദാരമായ സമീപനം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ ഫെബ്രുവരി 17-ാം തീയതി നിലനിൽക്കുന്ന 5 മാസത്തെ ശമ്പള കുടിശ്ശിക അദ്ദേഹം പറയുന്ന ഏപ്രിൽ 20-നും 5 മാസത്തെ ശമ്പള കുടിശ്ശിക തന്നെയാണ്. 3 മാസത്തെ ശമ്പള കുടിശ്ശിക 5 മാസമാക്കി വർദ്ധിക്കാനും 5 മാസത്തെ ശമ്പള കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിർത്താനും ഏതെങ്കിലും തൊഴിലാളി സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ ഒരു സഹന സമരവുമായി ഇറങ്ങുമോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കാൻ മാത്രമുള്ള കാര്യമാണ്. ഇത് മാത്രമാണ് ഈ വിഷയത്തോട് പ്രതികരിക്കാമെന്ന്. നേരത്തെ ഇവിടുത്തെ രാജിവെച്ച് പോകുന്നവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുള്ള ജീവനക്കാർക്ക് ബോധ്യമുള്ളതാണ്. ഇപ്പോൾ ഈ 24 മണിക്കൂറായി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളിലൂടെ ഈ നമ്മുടെ മാധ്യമത്തിന്റെ പരിസരത്തുള്ള ആളുകളും അത് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിലൂടെ പൊതു സമൂഹത്തിന്റെ മുന്നിലേക്കും ഇതിന്റെ വസ്തുത ഏറെക്കുറെ എത്തിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലെ പ്രചരണം മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് തുടങ്ങിയ ഒരു പ്രചരണമായിരുന്നു. അത് യഥാർത്ഥത്തിൽ ആ തുടക്കത്തിൽ ഞങ്ങൾക്കൊരു വിഷമമുണ്ടായിരുന്നു. ജീവനക്കാരെ വളരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നത് സത്യമാണ്. പക്ഷേ അതൊരർത്ഥത്തിൽ പിന്നീട് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറി എന്നതാണ്. കാരണം പൊതുസമൂഹം ഈ സമരത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ കുപ്രചരണങ്ങൾക്കെതിരെ വന്ന ചില സത്യപ്രചരണങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നതാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത്.